ന്യൂസ് ക്യാൻ മീഡിയയുടെ പ്രധാനപ്പെട്ട ഒരു ക്ഷേമ പെൻഷൻ അറിയിപ്പിലേക്ക് സ്വാഗതം. ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ 20-ൽ കേവലം ഒരിടത്തു മാത്രമാണ് സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിന്റെ മുന്നണിക്ക് ജയിക്കാനായത്. ഇതിന്റെ പ്രധാന കാരണങ്ങളിൽ ഒന്ന് സംസ്ഥാനത്തെ 60 ലക്ഷത്തോളം ഗുണഭോക്താക്കൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ക്ഷേമ പെൻഷനുകളുടെ വിതരണത്തിൽ വന്ന താളം തെറ്റലുകളാണെന്ന് തിരിച്ചറിഞ്ഞതോടെ കൃത്യമായി ക്ഷേമ പെൻഷൻ എല്ലാ മാസവും വിതരണം ചെയ്യുമെന്നും നിലവിലുള്ള കുടിശ്ശിക ഉടൻ വിതരണം ചെയ്ത് തീർക്കുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. ക്ഷേമ പെൻഷൻ 6 മാസത്തെ കുടിശ്ശിക ഒരുമിച്ച് വിതരണം ചെയ്യുവാൻ കഴിയില്ലെങ്കിലും മുഴുവൻ ഉടൻ കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മാത്രമല്ല, ഇപ്പോൾ വിതരണം ചെയ്യുന്നത് പോലെ ഇനി എല്ലാ മാസവും 1600 രൂപ പെൻഷൻ വിതരണം ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സർക്കാരിന്റെ കടമെടുക്കുവാനുള്ള പരിധി വെട്ടിക്കുറച്ചത് മൂലമാണ് ഇത്തരത്തിൽ കുടിശ്ശികയായതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇനി മുതൽ അതത് മാസങ്ങളിൽ കൃത്യമായി വിതരണം ചെയ്യുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. പെൻഷൻ കുടിശ്ശിക ഇടയ്ക്കിടെ തന്നു തീർക്കുമെന്നും, അതായത് വിശേഷ ദിവസങ്ങൾ വരുന്ന മാസങ്ങളിലും അല്ലെങ്കിൽ സർക്കാരിന് വേണ്ടത്ര ഫണ്ട് ലഭിക്കുന്ന മാസങ്ങളിലും പെൻഷന്റെ 2 ഗഡുക്കൾ ഒരുമിച്ച് നൽകുകയും ചെയ്യുന്ന രീതിയിൽ കുടിശ്ശിക തന്നു തീർക്കുമെന്നാണ് അറിയുന്നത്. സർക്കാരിന്റെ പക്കലുള്ള ഫണ്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും ഗഡുക്കളുടെ ഒരുമിച്ചുള്ള വിതരണം. മാത്രമല്ല, ഇനി അങ്ങോട്ട് 5 മാസത്തിൽ കൂടുതൽ കുടിശ്ശികയാകാതെ ഓരോ മാസത്തെയും പെൻഷൻ അതത് മാസം നൽകുന്ന അവസ്ഥയിൽ തന്നെയായിരിക്കും ഇനി പെൻഷൻ വിതരണം ഉണ്ടാകുക. ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന 2023 ഡിസംബർ മാസത്തെ പെൻഷൻ ഇപ്പോഴും വിതരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൈകളിലേക്കാണ് ഇപ്പോൾ പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ടിൽ ഇനിയും തുകയെത്താത്തവർ സേവന വെബ്സൈറ്റിൽ ഒന്ന് പരിശോധിക്കുവാൻ മറക്കരുത്. ജൂൺ മാസത്തെ പെൻഷൻ നടപടികൾ ഈ മാസം 20-ന് ശേഷം ഉണ്ടാകും. 25-ന് ശേഷമായി സർക്കാർ ഉത്തരവ് വരികയും പെൻഷൻ വിതരണ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDFന് 1 സീറ്റ് മാത്രമേ ലഭിച്ചുള്ളൂ. പെൻഷൻ കുടിശ്ശികയായത് ഇതിന്റെ ഒരു പ്രധാന കാരണമാണെന്ന് മിക്കവരും അഭിപ്രായപ്പെടുന്നുണ്ട്. അതിനാൽ ഇനി ഉപതെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോകുന്ന സാഹചര്യത്തിൽ ക്ഷേമ പെൻഷൻ അതത് മാസങ്ങളിൽ കൃത്യമായി വിതരണം ചെയ്യുവാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ ഇനി മുടങ്ങാതെ അതത് മാസങ്ങളിൽ പെൻഷൻ ലഭിക്കുമെന്നും മുടങ്ങിയ ഗഡുക്കൾ എത്രയും വേഗം വിതരണം ചെയ്യുമെന്നും ആശ്വസിക്കാം. ഇതോടൊപ്പം കേന്ദ്ര സർക്കാർ കഴിഞ്ഞ മാസം 18,000 കോടി രൂപയോളം കടമെടുക്കുന്നതിനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട്. അതിൽ 3,500 കോടി രൂപ കടമെടുത്തപ്പോഴാണ് ഡിസംബർ മാസത്തെ കുടിശ്ശിക പെൻഷൻ വിതരണം ആരംഭിച്ചത്. ജൂൺ 15-ന് ശേഷമായിരിക്കും ഈ മാസത്തെ കടമെടുപ്പ് സംസ്ഥാന സർക്കാർ നടത്തുക. അതിനുശേഷം ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടാകുമെന്നാണ് സൂചനകൾ.